നമസ്കാരം പ്രിയ സഹോദരങ്ങളെ. അങ്ങകലെ സ്വർഗത്തിൽ നിന്നും അർജുനാണ്. ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ നിന്നും ഞാൻ ജീവനോടെ മടങ്ങി വരാൻ പ്രാർത്ഥിച്ച നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യമേ നന്ദി പറയുന്നു. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന എത്തും മുമ്പേ എൻ്റെ ഹൃദയം എന്നേക്കുമായി നിലച്ചിരുന്നു. ഇരുട്ടിനുള്ളിലെ പുകമറ മാറി ഒന്നുറക്ക പൊട്ടിക്കരയാൻ മനസ്സ് പലവട്ടം വിതുമ്പിയെങ്കിലും ഭൂമിയിലെ വെളിച്ചം കാണാൻ എൻ്റെ ശരീരത്തിന് നീണ്ട 71 ദിവസങ്ങൾ വേണ്ടി വന്നു. ആ ഓരോ ദിവസങ്ങളും എത്ര സ്നേഹത്തോടെയാണ് കടന്നുപോയത്. അതിനിടയിൽ വയനാട്ടിലെ പ്രകൃതിക്ഷോഭമുണ്ടായപ്പോൾ ഞാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പതിയെ പതിയെ നിങ്ങൾ എല്ലാവരും എന്നെ മറക്കും എന്ന് കരുതി. ശേഷം ഹേമ കമ്മിറ്റിയുടെ വക വാതിലിൽ മുട്ടലും ശ്രുതിയുടെ സ്വന്തം ജെയ്സന്റെ വിടവാങ്ങലും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നപ്പോൾ ഞാൻ ഉറപ്പിച്ചു, ഞാൻ എന്ന വ്യക്തിയുടെ നഷ്ടം എൻ്റെ കുടുംബത്തിൻ്റെ മാത്രമാണ്. പതിയെ അവരും അത് ഉൾക്കൊള്ളണം എന്ന്. പക്ഷേ അവിടെയും നിങ്ങൾ എന്നെ തോൽപ്പിച്ചു. 71 ദിവസം എനിക്ക് അന്നം തന്നുകൊണ്ടിരുന്ന ലോറിയിൽ നിന്നും ഞാൻ അന്നം കഴിക്കാൻ ഒരുക്കി വെച്ച പാത്രങ്ങളോടെ നിങ്ങൾ എന്നെ പുറത്തെടുത്തു. പക്ഷേ ഒന്നും വേണ്ടായിരുന്നു എന്നിപ്പോൾ തോന്നുന്നു. എനിക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന പലരും ഇന്ന് അതേ എനിക്ക് വേണ്ടി ചേരിതിരിഞ്ഞ് തമ്മിൽ കലഹിക്കുകയാണ്. ആരെയാണ് ഞാൻ കണ്ടില്ല എന്ന് നടിക്കേണ്ടത്? എനിക്ക് വേണ്ടി നിലകൊണ്ട ആരെയും ഞാൻ വേർതിരിച്ച് കാണില്ല. എനിക്ക് ജീവൻ തന്ന അമ്മയോളം സ്നേഹം എൻ്റെ ജീവന് വേണ്ടി ശ്രമിച്ച ഓരോരുത്തർക്കും ഞാൻ പകുത്തു നൽകുന്നു. എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബാംഗങ്ങൾ, അവർക്കുണ്ടായ നഷ്ടം ഒരിക്കലും നികത്താനാകില്ല. എന്നെയും കൊണ്ടേ തിരിച്ചു വരൂ എന്ന് എൻ്റെ അമ്മയ്ക്ക് വാക്ക് നൽകിയ പ്രിയപ്പെട്ട ഇക്കയെ ഉപരി എനിക്ക് തൊഴിൽ നൽകിയ ആ മനുഷ്യനെ ഞാൻ കണ്ടില്ലെന്ന് വയ്ക്കില്ല. എൻ്റെ കുടുംബാംഗങ്ങളുടെ എൻ്റെ കുടുംബാംഗങ്ങളുടെ വൈകാരികതയെ ഞാൻ നെഞ്ചോട് ചേർക്കാതെ തള്ളിക്കളയണോ? ആവില്ല. എനിക്കെല്ലാവരും വേണം. ഈ പറഞ്ഞ എല്ലാവർക്കും അവരവരുടേതായ ന്യായങ്ങളും കാണും എന്നെനിക്കറിയാം. പക്ഷേ എൻ്റെ മനസ്സിൽ എന്നിലെ ദേഹത്തോട് ചോദിക്കാൻ ഒരു ചോദ്യമേ ഉള്ളൂ. സമൂഹ മാധ്യമങ്ങളിലെ അന്തിച്ചർച്ചകളിൽ കിടത്തി ദഹിപ്പിക്കാനാണോ എൻ്റെ ദേഹത്തെ നീ വെളിച്ചം കാട്ടിയത്? ഇപ്പോൾ തോന്നുന്നു എൻ്റെ ശരീരം കിട്ടേണ്ടതില്ലായിരുന്നു എന്ന്. എങ്കിൽ എന്നോടും എൻ്റെ കുടുംബത്തോടും എന്നെ സ്നേഹിച്ചവരോടും എന്നും ഒന്നിച്ചുള്ള കരുതൽ മലയാള സമൂഹം നൽകിയേനെ. ജീവൻ പോയപ്പോൾ ഞാൻ ഇത്രയും കരഞ്ഞില്ല. ഇന്ന് ഞാൻ നെഞ്ചുപൊട്ടി കരയുകയാണ്. അരികിൽ ആരും വരണ്ടായിരുന്നു എന്ന് ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി എന്ന് നിങ്ങളുടെ സ്വന്തം അർജുൻ.